ആ വാക്കുകൾ കേട്ടതും നീലിമയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവൾ ഒന്ന് ഇരുത്തി സംസാരിപ്പിക്കാൻ പോലും തയ്യാറാകാതെ ഇങ്ങനെ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ പുച്ഛം നിറഞ്ഞു. മുതലാളി അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൾ നോട്ടം മാറ്റി. ഇനി എന്ത് ചെയ്യും? രജനിയെ വിളിക്കണോ? അവൾ വന്നാൽ എന്തെങ്കിലും വഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീലിമ പതിയെ തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ഫോൺ പുറത്തേക്കെടുത്തു. അപ്പോഴായിരുന്നു ഹായ് ബ്യൂട്ടി. തൊട്ടടുത്തു നിന്ന് കേട്ട ആ പരിചിതമില്ലാത്ത ശബ്ദം അവളെ ഞെട്ടിച്ചത്. പുരുകം ചുളിച്ചുകൊണ്ടവൾ പതിയെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ മുഖത്തെ ഭാവം ഒരു നിമിഷം കൊണ്ട് മാറി. കാലിലുണ്ടായിരുന്ന ഷൂ ശരിയാക്കി കൊണ്ടിരിക്കുന്ന അജയ് പതിയെ തലയുയർത്തി. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന നീലിമയെ അവൻ ശ്രദ്ധിച്ചത്. ഒരു നിമിഷം അവളെ അടിമുടി നോക്കിയ ശേഷം ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവൻ അനായാസഭാവത്തിൽ ചോദിച്ചു. മറുപടിയൊന്നും ലഭിക്കാത്തതോടെ നെഞ്ചിൽ കൈവച്ച് നാടകീയമായി തുടർന്നു. സുന്ദരികളായ പെണ്ണുകൾ വിഷമിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഈ കുഞ്ഞു ഹൃദയം താങ്ങില്ല. ഇതാ ഇപ്പോഴും എത്ര വേഗത്തിലാണ് ഇത് മിടിക്കുന്നത്. അവൻ്റെ അഭിനയമൊന്നും നീലിമയെ ആകർഷിച്ചതേയില്ല. മറിച്ച് അവൾ ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടതും അജയ് ചിരിക്കൊരു മാറ്റവും വന്നില്ല. നിങ്ങളിപ്പോൾ ഞാൻ ആരാണെന്ന് ആലോചിക്കുകയായിരിക്കുമല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് കൈനീട്ടി. ഞാൻ അജയ് ഗാർമെൻസിൻ്റെ MD. ഇപ്പോൾ നിങ്ങളുടെ പേര് പറയാമോ? അവൻ്റെ ചോദ്യത്തിൽ മറുപടി നീലിമ ഒന്നും പറഞ്ഞതേയില്ല. അവൾ കോപത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ആ മൗനം തന്നെ എല്ലാം പറഞ്ഞിരുന്നു. നീലിമയുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി നീങ്ങി അജയ് ചെറുചിരിയോടെ ചോദിച്ചു, എന്താ പേര്? പേര് ചോദിച്ചത് ഇത്ര വലിയ തെറ്റായിപ്പോയോ? അതിന് ഇത്ര ദേഷ്യത്തോടെ നോക്കേണ്ട കാര്യമുണ്ടോ നീ? അവൻ തല ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. സ്ത്രീകൾ ദേഷ്യപ്പെടുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ്റെ സംസാരം അവഗണിച്ചുകൊണ്ട് നീലിമ അവിടം വിട്ടുപോകാൻ തിരിഞ്ഞു. എന്നാൽ അജയ് വീണ്ടും അവൾക്ക് മുന്നിൽ വന്നു കയറി നിന്നു. അയ്യോ, ഇത്ര പെട്ടെന്ന് ദേഷ്യപ്പെടല്ലേ നീ. ചുണ്ടിൽ പതിവ് ചിരി നിലനിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, വരൂ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. അത്രയും പറഞ്ഞ് അവളുടെ കയ്യിൽ തൊടാൻ ശ്രമിച്ചതും നീലിമ അവൻ്റെ കൈ ദേഷ്യത്തോടെ തട്ടിമാറ്റി. സോറി, ഞാൻ പോട്ടെ. അവളുടെ ശബ്ദം വെറുപ്പ് വ്യക്തമായിരുന്നു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ അവൾ മുന്നോട്ട് നടന്നു. അജയും പതിയെ അവൾക്ക് മുന്നിലായി നടന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ നീലിമയിലേക്കായിരുന്നു നീണ്ടിരുന്നത്. ഇതുവരെ തൻ്റെ സൗന്ദര്യവും പണവും കണ്ട് സ്ത്രീകൾ തന്നെയാണ് പിന്നാലെ വന്നിട്ടുള്ളത്. പക്ഷെ ആദ്യമായാണ് ഒരു സ്ത്രീ തന്നെ പൂർണ്ണമായി അവഗണിച്ച് കടന്നു പോകുന്നത്. ആ അവഗണന അവൻ്റെ ഉള്ളിൽ വിചിത്രമായൊരു കൗതുകം ഉണർത്തി. സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനേക്കാൾ അവരെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിലായിരുന്നു അജയ്ക്ക് കൂടുതൽ താല്പര്യം. പണവും സ്ഥാനവും സ്വാധീനവും ഉപയോഗിച്ച് ഏത് സ്ത്രീയെയും സ്വന്തമാക്കാമെന്ന അഹങ്കാരം അവനെപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിൽ കണ്ട സ്ത്രീകളോട് അടുപ്പം കാണിക്കുന്നതും അവൻ്റെ പതിവായിരുന്നു. പക്ഷേ നീലിമ വ്യത്യസ്തയായിരുന്നു. അവൻ അടുത്തു വന്ന് സംസാരിച്ചിട്ടും ഒരിക്കൽ പോലും മുഖത്ത് നോക്കാൻ അവൾ തയ്യാറായില്ല. അവൻ്റെ കൈ തട്ടിമാറ്റി അവനെ അവഗണിച്ചുകൊണ്ട് നടന്നു പോയത് അജയുടെ ഒരു വാശി ജനിപ്പിച്ചു. ആ വാശിയാണ് അവളെ പിന്തുടരാൻ അവനെ പ്രേരിപ്പിച്ചതും. അതേസമയം വൈഗ ഗ്രൂപ്പിൻ്റെ MDയുടെ ക്യാബിനിൽ ഇരിക്കുന്ന ജഗൻ മുന്നിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സ്ക്രീൻ റിസപ്ഷനിലെ CCTV ദൃശ്യങ്ങൾ വ്യക്തമായി തെളിഞ്ഞു നിന്നു. നീലിമ റിസപ്ഷനിലെത്തിയത് മുതൽ അവിടെ നടക്കുന്ന ഓരോ നിമിഷം അവൻ്റെ കണ്ണുകൾ സ്ക്രീനിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അജയ് അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അവൻ നീലിമയുടെ വഴി തടയുന്നതും അവളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നതും അവൾ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റിയതും എല്ലാം ജഗൻ ഒരു വാക്കുപോലും പറയാതെ കണ്ടിരുന്നു. എന്നാൽ അജയ് അവൾക്ക് പിന്നാലെ ഓഫീസിലേക്ക് നടന്നു കയറിയ നിമിഷം ജഗൻ്റെ മുഖം വലഞ്ഞു മറുകി. അവൻ്റെ കണ്ണുകളിൽ ആളിക്കത്തിയ ദേഷ്യം ആ CCTV സ്ക്രീനിൽ തന്നെ പ്രതിഫലിക്കുന്നത് പോലെ തോന്നി. മേശപ്പുറത്തെന്ന പേന അവൻ്റെ വിരലുകൾക്കിടയിൽ ഒടിയുമെന്ന വിധം മുറുകെ പിടിച്ചിരുന്നു അവൻ. നീലിമ ദീർഘശ്വാസം വിട്ടു. മുഖത്തുണ്ടായിരുന്ന പരിഭ്രമം പതിയെ അകന്നുപോയി. കണ്ണുകൾ മറ്റൊരിടത്തേക്ക് തിരിച്ച് സ്വയം ശാന്തമാക്കാൻ അവൾ ശ്രമിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അജയ് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ലിഫ്റ്റിനുള്ളിൽ കയറുന്നത് മുതൽ ഒരു അപരിചിതനായ പുരുഷൻ തൊട്ടരികിൽ നിൽക്കുന്നത് നീലിമയെ അസ്വസ്ഥയാക്കിയെന്ന് അവന് വ്യക്തമായി മനസ്സിലായി. ആർ യു ഓക്കെ സ്വീറ്റി? കരുതൽ നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. കയ്യിലുണ്ടായിരുന്ന റുമാൽ കൊണ്ട് അവളുടെ നെറ്റിൽ വിയർപ്പ് തുടക്കാൻ അജയ് കൈനീട്ടി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ ഞെട്ടലോടെ ഒരടി പിന്നിലേക്ക് മാറി. അവൻ്റെ കൈ സ്പർശിക്കാതിരിക്കാൻ ശ്രമിച്ച് അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു.
ഭയവും അസ്വസ്ഥതയും ഒരുപോലെ നിറഞ്ഞ ആ നോട്ടം കണ്ടപ്പോൾ അജയ് ഒരു നിമിഷം പകച്ചുപോയി. ഓക്കെ ഓക്കെ സോറി. തെറ്റ് മനസ്സിലായതുപോലെ അവൻ ഉടനെ തന്നെ കൈ പിൻവലിച്ചു. അജയ് ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇൻട്രസ്റ്റിംഗ് ഗേൾ, അവൻ സ്വയം പെറുപെറുത്തു. നീലിമയുടെ നെഞ്ചിടിപ്പ് വീണ്ടും ഉയർന്നു. അവൻ്റെ ആ വാക്കുകൾ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവൾ നിശബ്ദമായി പിന്നാലെ നടന്നു. ഇരുവരും ക്യാബിൻ വാതിൽ തുറന്ന് അകത്തേക്കു കയറി. അവർക്കായി കാത്തിരുന്ന ജഗൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് മുന്നിൽ ലാപ്ടോപ്പിൽ എന്തോ ശ്രദ്ധിക്കുകയായിരുന്നു. വിരലുകൾ കീബോർഡിലൂടെ ചലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ അകത്തേക്ക് കടന്ന നിമിഷം തന്നെ അവരുടെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അജയ് പതിവ് ആത്മവിശ്വാസത്തോടെ മുന്നിലുണ്ടായിരുന്ന കസേരയിലേക്ക് ഇരുന്നു. നീലിമ മാത്രം അല്പം അകലെ നിൽക്കുന്നുണ്ടായിരുന്നു. വിരലുകൾ തമ്മിൽ കോർത്തുപിടിച്ച് അവളുടെ മുഖത്ത് വ്യക്തമായ പരിഭ്രമവും ഉണ്ടായിരുന്നു. ജഗൻ, ഞാൻ വന്നത് നിനക്കറിയാമല്ലോ. അജയ് ശബ്ദം കേട്ടതോടെ ജഗൻ പതി ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി. ആദ്യം അവൻ്റെ നോട്ടം അജയിലേക്ക് പതിഞ്ഞു. പിന്നീട് മനഃപൂർവ്വം പതുക്കെ അത് നീലിമയിലേക്ക് നീങ്ങി. അവളുടെ കണ്ണുകളിൽ ഭയവും അസ്വസ്ഥതയും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ മങ്ങിയൊരു പുഞ്ചിരി തെളിഞ്ഞു. നീ വന്നതും അറിയാം. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൻ നീലിമയെ തന്നെ നോക്കിക്കൊണ്ട് തുടർന്നു. നിന്റെ കൂടെ വന്ന ആളെ എനിക്ക് അതിലും നന്നായി അറിയാം. ആ വാക്കുകൾ കേട്ട നിമിഷം നീലിമ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആ വാചകത്തിൽ യഥാർത്ഥ അർത്ഥം അവൾക്ക് മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ. ജഗൻ്റെ നോട്ടം അവളിൽ നിന്ന് മാറിയതേയില്ല. അത് സാധാരണമായൊരു നോട്ടമായിരുന്നില്ല. അവളെ അസ്വസ്ഥയാക്കാനും അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും വായിച്ചെടുക്കാനുമുള്ള മനഃപൂർവ്വമായൊരു നോട്ടം. അത് മനസ്സിലാക്കിയ നീലിമ അറിയാതെ തന്നെ ഒരു ചുവട് പിന്നിലേക്ക് നീങ്ങി. ആ ചെറിയ പ്രതികരണം പോലും ജഗൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഒന്നുകൂടി ആഴത്തിലാക്കി. അജയ് പതിവ് ആത്മവിശ്വാസത്തോടെ നീലിമയ്ക്ക് അരികിലുണ്ടായിരുന്ന കസേരയിലേക്ക് വന്നിരുന്നു. ജഗൻ്റെ കണ്ണുകൾ അവനിൽ തന്നെ പതിഞ്ഞിരുന്നു. ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദേഷ്യം കണ്ണുകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് പോലെ. പിന്നെ ജഗൻ, നിന്റെ ഇവൻ്റ് പ്രോജക്റ്റ് എങ്ങനെയുണ്ട്? അജയ് പരിഹാസത്തോടെ ചോദിച്ചു. ജഗൻ മറുപടി പറഞ്ഞില്ല. നിന്റെ പുതിയ ഡിസൈനിങ് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഇൻവെസ്റ്റർമാരും എല്ലാം കാത്തിരിക്കുകയാണെന്ന് കേട്ടു. പക്ഷെ ആ ഡിസൈന് സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഈ ഇവൻ്റ് തന്നെ നടക്കില്ലെന്നാണല്ലോ വാർത്ത ഞാൻ കേട്ടത്. അജയ് ഓരോ വാക്കും മനഃപൂർവ്വം നീട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ജഗൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അടുത്ത നിമിഷം തന്നെ അവൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അജയൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ആ കാഴ്ച കണ്ട നീലിമ ഞെട്ടിപ്പോയി. സർ, വേണ്ട. അറിയാതെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നു. പക്ഷെ ഇരുവരുടെയും ശ്രദ്ധ പരസ്പരം മാത്രമായിരുന്നു. തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് മത്സരിക്കണം, പല്ലുറുമി ജഗൻ പറഞ്ഞു. എൻ്റെ ടീമിലെ അധ്വാനവും ഡിസൈനും കൈക്കലാക്കി നല്ലവനായി അഭിനയിക്കുകയല്ലടാ വേണ്ടത്. അജയ് അവൻ്റെ കൈകളിലേക്ക് നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. നിനക്ക് പോയും തെളിവൊന്നുമില്ല ജഗൻ. ആ ചിരിയാണ് ജഗൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയത്. അടുത്ത നിമിഷം അവൻ്റെ മുഷ്ടി അജയിൻ്റെ വയറ്റിൽ ശക്തിയായി പതിച്ചു. അജയ് വേദന കൊണ്ട് ഒന്ന് പിന്നിലേക്ക് ആടിയെങ്കിലും വീണില്ല. അതെ, ജഗൻ്റെ ശബ്ദം വിറച്ചിരുന്നു. എനിക്ക് ഏറ്റവും വലിയ ശത്രു നീ തന്നെയാണടാ. ക്യാബിലാകെ നിശബ്ദത നിറഞ്ഞു. എവിടെ എത്തിയാലും എല്ലാവരുടെയും ശ്രദ്ധ നിന്നിലേക്കാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും അവസാനം എല്ലാവരും താരതമ്യം ചെയ്യുന്നത് നിന്നോടാണ്. അതാണ് എനിക്ക് സഹിക്കാത്തതും. അജയ് ഒരു നിമിഷം നിർത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർമ്മിച്ചോ, ബിസിനസ്സിൽ ജയിക്കുന്നത് നല്ലവനാകുന്നവനല്ല, ജയിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്നവനാ. ജഗൻ്റെ കണ്ണുകൾ പകയും വെല്ലുവിളിയും ഒരുപോലെ ജ്വലിച്ചു. അജയ് ചുണ്ടിലെ പുഞ്ചിരിയോടെ ഷർട്ട് നേരെയാക്കി. അതൊക്കെ കാണാംടാ. അവൻ്റെ ശബ്ദത്തിൽ ഭയത്തിൻ്റെ ഒരു നീൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ രണ്ട് പുരുഷന്മാർക്കിടയിൽ നിൽക്കുന്ന നീലിമയ്ക്ക് ഇനി നടക്കാൻ പോകുന്നത് ഒരു സാധാരണ ബിസിനസ് മത്സരമല്ലെന്ന് വ്യക്തമായി മനസ്സിലായിരുന്നു. ഡാ, ഭ്രാന്തനെ പോലെ സംസാരിക്കരുത് നീ. ജഗൻ്റെ ശബ്ദം ക്യാബിലാകെ മുഴങ്ങി. അവൻ്റെ കണ്ണിൽ കത്തുന്ന ദേഷ്യം കണ്ട് ഒരു നിമിഷം നിശബ്ദത പടർന്നു. ആരാടാ ഭ്രാന്തൻ? അജയ് പതിയെ ചോദിച്ചു. പിന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ ഉച്ചത്തിൽ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസവും വെല്ലുവിളിയും കലർന്നിരുന്നു. ജഗൻ പല്ലുറുക്കിക്കൊണ്ടേ നിന്നു. നീലിമയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരു കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ് ഇവരെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നാൽ എന്താണ് ഇവരെ ഇത്രയും അകറ്റിയതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഇത് വെറും ബിസിനസ് മത്സരമല്ല. ഇവർക്കിടയിൽ വർഷങ്ങളെ കെട്ടിക്കിടക്കുന്ന മുറിവുകളും തെറ്റിദ്ധാരണകളും ഉണ്ടെന്ന് അവൾക്ക് തോന്നി. വീണ്ടും നിന്റെ അടുത്ത് വന്ന് ഒട്ടിപ്പിടിച്ചോ? ജഗൻ്റെ നോട്ടം അജയിൽ നിന്ന് പതിയെ നീലിമയിലേക്ക് മാറി. ആ നോട്ടം അവളെ അസ്വസ്ഥയാക്കി. ഇപ്പോഴും അവളെ നിന്റെ നിഴലായി കൊണ്ടു നടക്കുകയാണോ നീ? പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് ജഗൻ വീണ്ടും അജയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എടാ, കൈയെടുക്കടാ.
അജയ് ഇത്തവണ ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷേ ജഗൻ വിട്ടില്ല.